ഗൈസ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ ചാനൽ ക്രാഫ്റ്റ് ആർട്ട് ബഡി, ഇൻ ഷോർട്ട് CAB. അപ്പോൾ നമ്മുടെ ക്യാബിൻ്റെ ആദ്യത്തെ ആർട്ട് വർക്കിലോട്ട് നമുക്ക് കിടക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് വർക്കാണ് നിയോൺ ടെക്സ്റ്റ്. എങ്ങനെയാണെന്നല്ലേ, നമ്മുടെ ആർട്ട് വർക്കിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് പേപ്പറാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് A4 സൈസ് ബ്ലാക്ക് പേപ്പറാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്യുവർ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അത്ര എഫക്റ്റ് നമുക്ക് കൂടുതൽ കിട്ടും. പിന്നെ നമുക്ക് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് വൈറ്റ് മാർക്കേഴ്സാണ്. വൈറ്റ് മാർക്കേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വൈറ്റ്നസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അക്രിലിക് കളേഴ്സിൻ്റെ ബ്രഷസ് എങ്ങനെയാണോ പെയിൻറ്റ് സെറ്റ് ഉള്ളത് അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പെയിൻറ്റ് മാർക്കറാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടതെന്നുള്ളത് കളർ മാർക്കേഴ്സാണ്. കളർ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോസ്ക മാർക്കേഴ്സാണ്. ഇതിൻ്റെ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന റെഡും യെല്ലോ ആണ്. യെല്ലോ ആണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ബ്ലാക്കിൽ ഒരു ഔട്ട്ലൈൻ, അതായത് നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് സാധാരണ നമ്മുടെ നോർമൽ പെൻസിലും, പിന്നെ ഏത് കളറാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഇപ്പോൾ യെല്ലോ ആണെന്നുണ്ടെങ്കിൽ യെല്ലോയിൻ്റെ ഷെയ്ഡ്സ്, അതായത് ലൈറ്റിൻ്റെ എഫക്റ്റ് കൊടുക്കാനായിട്ട് അതിൻ്റെ കളർ പെൻസിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർട്ട് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാനിവിടെ എഴുതുന്ന നമ്മുടെ ചാനലിൻ്റെ തന്നെ പേരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ്സ് യൂസ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വൈറ്റ് മാർക്കേഴ്സ് വെച്ചിട്ട് ഇതിൻ്റെ പുറമേ ഉള്ള ഈ ഔട്ട്ലൈൻ ഒന്ന് ഫില്ല് ചെയ്ത് പോകാം. അപ്പോൾ നമ്മളിതിൻ്റെ ബേസിക് ഒരു ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിരിക്കുന്ന ബ്രഷിൻ്റെ ടിപ്പ് ഇത്തിരി തിക്നെസ് ഉള്ളതാണ്. എന്നാലും നമുക്ക് കുറച്ചും കൂടെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തുകൂടെ ഒന്നുകൂടെ വരച്ച് ഒന്നുകൂടെ തിക്നെസ് ആക്കി എടുക്കാവുന്നതാണ്. അപ്പം എനിക്ക് കുറച്ചും കൂടെ തിക്നെസ് ആവശ്യമാണ്, അതുകൊണ്ട് ഒന്നും കൂടെ ഡ്രോ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ പുറത്തുകൂടെ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ വരച്ചിരുന്ന പെൻസിലിൻ്റെ ലൈനിൻ്റെ പുറത്തൂടെ നമ്മൾ വൈറ്റ് മാർക്കർ വെച്ചൊരു തിക്ക് ലൈൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വരച്ചിരിക്കുന്ന വൈറ്റ് ലൈനിൻ്റെ പുറത്തൂടെ നമ്മുടെ നിയോൺ ലൈറ്റിൻ്റെ കളർ അപ്ലൈ ചെയ്യാൻ പോകും. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് യെല്ലോ ആണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യെല്ലോ കളറിലെ ഔട്ട്ലൈൻ നമ്മൾ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കിവിടെ 2 കോട്ടിങ് ചെയ്യേണ്ടി വന്നു, കളർ ബ്രൈറ്റ് തെളിയാത്തതുകൊണ്ട്. അതായത് നിങ്ങൾക്ക് കളർ ചെയ്ത് കഴിയുമ്പോഴേക്കും ബ്രൈറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2-3 കോട്ടിങ് ഒന്നും കൂടെ ചെയ്തെങ്കിൽ ആ കളറൊന്നും ബ്രൈറ്റ്നെസ്സിലോട്ട് എത്തത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നിയോൺ ലൈറ്റിൻ്റെ എഫക്റ്റ് കിട്ടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ എഫക്റ്റ് നമുക്ക് പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈറ്റിൻ്റെ ഒരു ബ്ലെൻഡിങ് എഫക്റ്റ് കൂടെ കൊടുക്കണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതിന് ചുറ്റിനും ചെറിയൊരു ഷെയ്ഡിങ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഷെയ്ഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ ബ്ലെൻഡിങ് ടൂൾസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബ്ലെൻഡിങ് ടൂൾസ് ഉണ്ടെങ്കിൽ ഈ എഫക്റ്റ് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡിങ് ടൂൾസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നതാണ്. ഞാനിവിടെ നോർമൽ ഷെയ്ഡ്സ് ആണ് ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ നിയോണിൻ്റെ എഫക്റ്റ് നമുക്ക് വിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നിയോൺ ടെക്സ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഈ ആർട്ട് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റയിലോ വാട്സപ്പിലോ അയച്ചു തരിക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ സമൂഹത്തോട് തന്നെ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഞാൻ ഇൻസ്റ്റയിൽ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ